മച്ചാമാരെ മിസ്റ്റർ മേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചാമ്പങ്ങ അച്ചാറാണ്. നമ്മുടെ നാട്ടിൽ ജാമ്പയ്ക്ക എന്നാണ് പറയുന്നത്, പൊതുവായിട്ട് പറയുന്നത് ചാമ്പങ്ങ എന്നാണ്. അപ്പോൾ നിങ്ങൾ അധികം കണ്ടു കാണത്തില്ല ഈ ജാമ്പയ്ക്ക. അപ്പോൾ ഇത് എങ്ങനെയാണ് അച്ചാർ ഇടുന്നതെന്നുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചേരുവകൾ എന്താണെന്ന് നോക്കാം. നമ്മുടെ മെയിൻ താരം ജാമ്പയ്ക്ക, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, ശർക്കര, വിനാഗിരി, നല്ലെണ്ണ, കായം, ഉപ്പ്, കറിവേപ്പില. അപ്പോൾ നമുക്കെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. നമുക്കിത് കട്ട് ചെയ്യാം. ഇതിനകത്തൊരു മുട്ടക്കാട്ടോ അരിയുണ്ട് ഇതിൻ്റെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ വിത്ത് എടുക്കാനായിട്ട് ഈ രീതിയിൽ കട്ട് ചെയ്താലേ പറ്റൂ. ഇതുപോലൊരു വിത്തുണ്ട് അതിനകത്ത്. മാങ്ങ അരിയുന്ന പോലെ നമുക്ക് അരിഞ്ഞെടുക്കാം. കുഞ്ഞു കുഞ്ഞങ്ങ് അരിഞ്ഞോ. അപ്പോൾ അതാ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി നേരെ കുക്കിങ്ങിലോട്ട് പോകാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ഒന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ നല്ലോണം മൂത്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വലുതായിട്ട് മൂപ്പിക്കരുത്, കരിഞ്ഞു പോവും. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടി. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ജാമ്പക്ക ചേർത്ത് കൊടുക്കുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കണം. അച്ചാറാകുമ്പോഴത്തേക്ക് ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം. ഇതിലേക്ക് കായം, ഇതിനകത്ത് ഒരു തരി പോലും നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല. വെള്ളം ഇല്ലാതെ വേണം ഉണ്ടാക്കാൻ. ഇതിനകത്ത് ഞാൻ ഉലുവ ചേർക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉലുവ ചേർക്കണം. കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഉലുവ ചേർക്കണം.
ഇതിലേക്ക് മധുരത്തിനായിട്ട് അല്പം ശർക്കര, അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. എനിക്കിതിനകത്ത് അല്പം മധുരം ഇഷ്ടമാണ്, അതുകൊണ്ട് ശകല ശർക്കര ചേർത്തുകൊണ്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് ഇതിനകത്തിട്ട് ഇളക്കാം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ട്? ഹെവി സാധനം, അടിപൊളി, ഒരു രക്ഷയില്ല. ജാമ്പയ്ക്ക് വെച്ചാൽ ഇത്ര അടിപൊളി അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, ഈ രീതിയിൽ അച്ചാർ ഉണ്ടാക്കി നോക്കുക. ഈ ജാമ്പയ്ക്ക് വെച്ചിട്ട് അച്ചാർ ഉണ്ടാക്കുക എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. സാധാരണ പഴുപ്പിച്ച് തിന്നും അല്ലെങ്കിൽ പച്ചയ്ക്ക് തിന്നും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് അച്ചാർ ഇട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. ബൈ ബൈ.